നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ ഈവനിങ് കഴിച്ച് വാക്കേണ്ടി തിരിച്ചു പോവാണ്. ഇരുട്ടിന് മുമ്പ് കയറി പോവാം. പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തരുതെങ്ങ അതാണ്. അപ്പൊ പോസ്റ്റ് ലൈറ്റൊക്കെ തെളിഞ്ഞു കണ്ടോ ഗൈസ്. നമ്മൾ ഇരുട്ടിന് മുമ്പ് തിരിച്ചിട്ടും ഇവിടെ ഇരുട്ടായി. അത്രയും ദൂരം നമ്മുടെ വീട്ടിലേക്ക്. ഇന്നലെ ഉണ്ടാക്കിയ സ്റ്റാർ ഫുഡിന്റെ കറി കാപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രുതി പാവയ്ക്ക മെഴുക്കോട്ട് കൂടാൻ വേണ്ടി പാവയ്ക്ക സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ പാവയ്ക്ക മെഴുക്കോട്ട് ആവും തേങ്ങ. അപ്പൊ ഗൈസ് നമ്മൾ പാവയ്ക്ക മെഴുക്കോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാവയ്ക്ക മെഴുക്കോട്ട് രാത്രിക്ക് ഫുഡും ചോറും കറിയും കറി അങ്ങനെ ഉണ്ടാക്കിയ സ്റ്റാർ ഫുഡിന്റെ കറിയും പാവക്കറി കൂടി ചേർന്ന് കഴിക്കാനുള്ള പ്ലാനാണ്. എന്താ തേങ്ങ. പിന്നെ പാവയ്ക്കറി പാവയ്ക്ക തോരനില് പാവയ്ക്ക മെഴുക്കിട്ടിട്ട് ശ്രുതി കുറച്ച് കുടംപൊടി കൂടി ഇട്ട് ചോദിച്ചപ്പോ പറഞ്ഞ് കയ്പ് കുറയാൻ വേണ്ടി കുടംപൊടി ഇട്ടതാണ്. അതിന്റെ ആവശ്യമില്ല, ശരിക്കും എനിക്ക് കയ്പ് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ശ്രുതി കയ്പ് പറയാൻ വേണ്ടി ശ്രുതിക്ക് തേങ്ങ ഇരിക്കുന്ന തേങ്ങ ഇതിന് പ്രശ്നം ഉണ്ടാവും അവസാനം. കുടംപൊടി മീൻ കറി ആയിക്കോട്ടെ, ഞാൻ കുടംപൊടി കഴിക്കും, കുഴപ്പമില്ല. ചോറായി കഴിച്ച് ചോറിന് കൂട്ടിട്ടെ ചൂടെടുത്ത് എന്താ തേങ്ങ. ശ്രുതി കഞ്ഞിവെള്ളം മറ്റേ നമ്മളെ ഇഡലി ചെമ്പിൽ ആക്കിയിട്ടുണ്ട്. പന്നിക്കൊക്കെ വേണ്ടി പന്നി കഴിച്ചോളൂ വെച്ചിട്ട് ശ്രുതി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പന്നിക്കൊല്ലം കൊടുക്കണ്ടേ. ശ്രുതി ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കണം ഇതിലൊക്കെ. അങ്ങനെ കഞ്ഞിവെള്ളം അവിടെ കൊണ്ട് വെക്കണം. പന്നിക്കും ശ്രുതി ഭയങ്കര മൃഗസ്നേഹിയാണ്. തേങ്ങ ശ്രുതിക്ക് പന്നിനെ വളർത്തുന്നതാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് പന്നിനെ തിന്നുന്നതാണ് ഇഷ്ടം.